10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 15ാമത്തെ പേജിലെ ടോപ്പിക്കുകൾ പൊസിഷൻ ആൻഡ് ടൈം, സ്ഥാനവും പദവും. ഈ ഭാഗത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ? അടുത്തടുത്തുള്ള ടൈമുകൾ തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ആ സീക്വൻസ് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചല്ലേ. ഇനി വേറൊരു ചോദ്യം, കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് തേർഡ് ടൈം 37 ആൻഡ് സെവൻത് ടൈം 73. മൂന്നാം പദം 37ഉം ഏഴാം പദം 73ഉമായ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ കണക്കാക്കുക. ഇവിടെ നമുക്ക് 2 ടൈമുകൾ തന്നിട്ടുണ്ട് അല്ലേ? അടുത്തടുത്ത ടൈമുകളൊന്നും അല്ല തന്നിരിക്കുന്നത്, തേർഡ് ടൈമും സെവൻത് ടൈമും ആണല്ലേ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യത്തെ 5 ടൈംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് എഴുതിയാലോ. തേർഡ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 37 തേർഡ് ടൈം ആണല്ലേ, തേർഡ് ടൈം. അടുത്ത ഏതാ തന്നിരിക്കുന്നത്? സെവൻത് ടൈം. അത് എത്രയാ? 73 അല്ലേ? അപ്പോൾ 73 എത്രാമത്തെ ടൈം ആയിട്ട് വന്നിരിക്കുന്നത്? സെവൻത് ടൈം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യത്തെ 5 ടൈംസ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ഒരു കോമൺ ഡിഫറൻസ് വേണം അല്ലെ, അല്ലെങ്കിൽ പൊതുവ്യത്യാസം വേണം. ഇതിനകത്തുനിന്ന് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തേർഡ് ടൈം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അടുത്ത ടൈം ഏതാ? ഫോർത്ത് ടൈം. അതിനുശേഷമുള്ളതോ? ഫിഫ്ത്ത് ടൈം അല്ലെ. അതിനുശേഷമുള്ളതോ? സിക്സ്ത് ടൈം. അതിനുശേഷമുള്ള സെവൻത് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. തേർഡ് ടൈമിനും സെവൻത് ടൈമിനും ഇടയിൽ എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് എക്സ്ട്രാ ഉണ്ട് അല്ലെ. ഫോർത്ത് ടൈം ഉണ്ട്, ഫിഫ്ത്ത് ടൈം ഉണ്ട്, സിക്സ്ത് ടൈം ഉണ്ട്. ഈ 3 ടൈമും ഉണ്ടല്ലോ ഇതിനിടയിൽ. തേർഡ് ടൈമിൽ നിന്ന് ഫോർത്ത് ടൈം എങ്ങനെ കിട്ടുന്നത്? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടല്ലേ. ഇപ്പൊ തേർഡിൽ നിന്ന് ഫോർത്ത് കിട്ടണമെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. തേർഡിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്, ഫോർത്ത് കിട്ടുന്നത്. ഇനി ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത് കിട്ടണമെങ്കിലോ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. ഇനി ഫിഫ്ത്തിൽ നിന്ന് സിക്സ്ത് കിട്ടണമെങ്കിലോ ഒരു കോമൺ ഡിഫറൻസും കൂടി ആഡ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ സിക്സ്ത് ടൈം വരെ എത്തി അല്ലെ. ഇനി സിക്സ്ത്തിൽ നിന്ന് സെവൻത് കിട്ടണമെങ്കിലോ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. അതായത് തേർഡ് ടൈമിൽ നിന്ന് സെവൻത് ടൈം എത്തണമെങ്കിൽ, എത്ര കോമൺ ഡിഫറൻസ് ഇവിടെ ആഡ് ചെയ്തു? 4 കോമൺ ഡിഫറൻസ് ഇവിടെ ആഡ് ചെയ്തു അല്ലേ. 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് ടൈമിൽ നിന്ന് സെവൻത് ടൈം എത്തത്തുള്ളൂ. അതായത് തേർഡ് ടൈമും സെവൻത് ടൈമും തമ്മിലുള്ള വ്യത്യാസമല്ലേ 4 കോമൺ ഡിഫറൻസ്. ആ വ്യത്യാസം എത്രയാ? 37ഉം 73ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. അതായിരിക്കും ആ 4 കോമൺ ഡിഫറൻസ് അല്ലെ. 37ഉം 73ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാലോ. 73 മൈനസ് 37, 13 മൈനസ് 7 6 കിട്ടും അല്ലെ. 6 മൈനസ് 3 കിട്ടും അല്ലെ, 36. തേർഡ് ടൈമും സെവൻത് ടൈമും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഏതൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ്? 37ഉം 73ഉം തമ്മിലുള്ള വ്യത്യാസം അല്ലെ. അതെത്രയാ? 36 ആയിട്ട് നമുക്ക് കിട്ടി. അതായത് നമ്മളിവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. തേർഡ് ടൈമും സെവൻത് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് 4 കോമൺ ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ ആ ഡിഫറൻസ് എത്രയാണ്? 36 ആണ് അല്ലെ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? 4 കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 36 എന്ന് എഴുതത്തില്ലേ? അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാ? D ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ. അതായത് 36 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും അല്ലെ. D ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ 4 എത്രയാ? 9 കിട്ടും അല്ലെ. 9. അതായത് ഇവിടുന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് 9 എന്ന് കിട്ടി. ഇനി ആ കണ്ടുപിടിച്ച രീതി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 4D ദാറ്റ് ഈസ് ഈക്വൽ ടു 36 എന്ന് എടുത്താണ് നമ്മൾ ചെയ്തത്. 4D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? തേർഡ് ടൈമിൽ നിന്ന് സെവൻത് ടൈം എത്താൻ വേണ്ടി എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. അതാണ് 4D. ഇനി ആ ടൈം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 73 മൈനസ് 37 ആണല്ലോ. അതായത് 4 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ടൈമുകൾ തമ്മിലുള്ള വ്യത്യാസമാണല്ലോ, അതായത് 36. ഇവിടെ 4D നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ഓരോ ടൈമും എഴുതി നോക്കി അല്ലെ. തേർഡ് ടൈമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടി, വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടി, വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടി, അങ്ങനെ എഴുതിയാ നോക്കിയത് അല്ലെ. അല്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? തേർഡ് ടൈമും സെവൻത് ടൈമും ആണല്ലേ തന്നിരിക്കുന്നത്. ആ ടൈമുകളുടെ പൊസിഷൻ ആണല്ലേ 3ഉം 7ഉം. 37ഉം 73ഉം ആണ് ടൈമുകൾ. ആ ടൈമുകളുടെ പൊസിഷൻ ഏതാ? 37ന്റെ പൊസിഷൻ ഏതാ? തേർഡ് പൊസിഷൻ അല്ലേ. 73യുടെ പൊസിഷൻ ഏതാ? സെവൻത് പൊസിഷൻ അല്ലേ.
അതായത് പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ല ഈ 4 എന്ന് പറയുന്നത്. 7 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അല്ലെ? പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ 4 എന്ന് പറയുന്നത്. അതായത് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ പൊസിഷൻ ഡിഫറൻസ് എടുത്താൽ മതി അല്ലെ? പൊസിഷന്റെ ഡിഫറൻസ് എത്രയാണോ അത്രയും തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് 4 ടൈംസ് ഡി ആഡ് ചെയ്യണം അല്ലെ? 4 ടൈംസ് ഡി ആഡ് ചെയ്യണം. ഇനി 36 എന്ന് പറയുന്നതോ അത് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ? അതായത് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ ടേമുകളുടെ പൊസിഷന്റെ ഡിഫറൻസ് എടുക്കുക. അത്രയും തവണ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ആ ടേമിന്റെ ഡിഫറൻസിനോട് ഈക്വൽ ആണ് അല്ലെ? അങ്ങനെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് 5 ടൈംസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? തേർഡ് ടൈം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നിന്ന് ഫസ്റ്റ് ടൈം ഏതാന്ന് നോക്കണ്ടേ? ഫസ്റ്റ് ടൈം. അപ്പോൾ തേർഡ് ടൈമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം ഫസ്റ്റ് ടൈം കിട്ടണമെങ്കിൽ? ഇതിനിടയിൽ എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട്? അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മളിപ്പോ പറഞ്ഞല്ലോ പൊസിഷന്റെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലെ? തേർഡ് പൊസിഷനിൽ കിടക്കുന്ന ടൈമാണ് നമുക്കുള്ളത്. ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ടൈമാലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പൊസിഷന്റെ ഡിഫറൻസ് എത്രയാണോ അത്രയും തവണ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? പൊസിഷന്റെ ഡിഫറൻസ് എത്രയാ? തേർഡ് പൊസിഷൻ മൈനസ് ഫസ്റ്റ് പൊസിഷൻ അല്ലെ? അപ്പോൾ 3 - 1 എത്ര കിട്ടും? 2. അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം? 2 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? കോമൺ ഡിഫറൻസ് 9 ആണ്. അപ്പോൾ 2 കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2 × 9 അല്ലേ? തേർഡ് ടേമിൽ നിന്ന് 2 × 9 അല്ലെങ്കിൽ 2 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോഴാണ് ഏത് കിട്ടുന്നത്? ഫസ്റ്റ് ടൈം കിട്ടുന്നത് അല്ലെ? അപ്പോൾ തേർഡ് ടൈം എത്രയാണ്? 37. 37ൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം? 2 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? പൊസിഷണൽ ഡിഫറൻസ് തേർഡ് ടൈം ഫസ്റ്റ് ടൈം പൊസിഷണൽ ഡിഫറൻസ് അപ്പോൾ 3 - 2 ആണ് അല്ലെ? അതുകൊണ്ടാണ് 2 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് 2 കോമൺ ഡിഫറൻസ് എത്രയാ? 2 × 9 18 അല്ലെ? അപ്പോൾ തേർഡ് ടൈമായ 37ൽ നിന്ന് 2 കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 × 9 18 സബ്ട്രാക്ട് ചെയ്യണം. 17 - 8 9 കിട്ടും അല്ലെ? 9. 2 - 1 1 കിട്ടും അല്ലെ? 19. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയാണ്? 19. ഫസ്റ്റ് ടൈം 19. ഇനി സെക്കൻഡ് ടൈം എത്രയായിരിക്കും? ഫസ്റ്റ് ടൈം ആണ് 19. സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ? മുമ്പോട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് ആഡ് ചെയ്യുക. ഇത് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? അതായത് 9 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 19 + 9 28 കിട്ടും അല്ലെ? ഇനി തേർഡ് ടൈം കിട്ടാൻ വേണ്ടിയോ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? അതായത് 9 ആഡ് ചെയ്യണം. 28 + 9 37. ശരിയല്ലേ? 37 ആയിരുന്നു തേർഡ് ടൈം ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? അടുത്തത് ഫോർത്ത് ടൈം വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ എത്ര കിട്ടും? 37 + 9 46. അടുത്തത് ഫിഫ്ത്ത് ടൈം കിട്ടാനായിട്ടോ വീണ്ടും ഒരു 9 ആഡ് ചെയ്യണം അല്ലെ? ഒരു കോമൺ ഡിഫറൻസും കൂടി ആഡ് ചെയ്യണം. അതായത് 46 + 9 55 കിട്ടും അല്ലെ? 55 എക്സെട്ര. ആദ്യത്തെ 5 ടൈം കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരുന്നത്? അപ്പോൾ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് എന്ത് കിട്ടും? 19 28 37 46 55 എക്സെട്ര. അടുത്ത നമുക്കൊരു ചോദ്യത്തിലേക്ക് പോകാം അല്ലെ? The 2 times in specific positions of some arithmetic sequences are given below. Write the first 5 times of each. ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താലോ? എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്? തേർഡ് ടൈം 34 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിക്സ്ത് ടൈം 67 ആയിട്ടും കൊടുത്തിട്ടുണ്ട് അല്ലെ? തന്നിരിക്കുന്ന കാര്യം നമുക്കൊന്ന് എടുത്തെഴുതാം. തേർഡ് ടൈം അതെത്രയാണ്? 34 അല്ലെ? അടുത്തത് കൊടുത്തിരിക്കുന്ന സിക്സ്ത് ടൈം ആണ്. സിക്സ്ത് ടൈം അതെത്രയാ? 67. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ? അതെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? തേർഡ് ടൈമിനും സിക്സ്ത് ടൈമിനും ഇടയ്ക്ക് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിരിക്കുന്നത് നോക്കണം അല്ലെ? അത്രയും കോമൺ ഡിഫറൻസ് ആയിരിക്കും ഏത് തമ്മിലുള്ള വ്യത്യാസം? ഈ ടൈം തമ്മിലുള്ള വ്യത്യാസം അല്ലെ? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നറിയുന്നത് എങ്ങനെയാ? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അതിന്റെ പൊസിഷന്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി അല്ലെ? ഏതൊക്കെ പൊസിഷനിൽ കിടക്കുന്ന ടൈംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്? തേർഡ് പൊസിഷനിലും
സിക്സ്ത് പൊസിഷനിലും, ശരിയല്ലേ? അതായത് തേർഡ് പൊസിഷനിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴായിരിക്കും സിക്സ്ത് പൊസിഷൻ കിട്ടുന്നത്? ആ പൊസിഷന്റെ ഡിഫറൻസ് എടുത്താൽ പോരെ? അതായത് പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? പൊസിഷൻ ഡിഫറൻസ് അത് എത്രയാണ്? 6 - 3 എത്ര കിട്ടും? 3. പൊസിഷന്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? എത്ര കിട്ടിയിരിക്കുന്നത്? 3 ആ കിട്ടിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? തേർഡ് പൊസിഷനിൽ നിന്ന് സിക്സ്ത് പൊസിഷൻ എത്താൻ വേണ്ടി എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു? 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് എത്രയാണ്? 67ൽ നിന്ന് 34 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? അത് എത്രയാന്ന് നോക്കിക്കേ. 67 - 34. 7 - 4 3 കിട്ടും അല്ലെ? 6 - 3 3 കിട്ടും അല്ലെ? 33. അതായത് ഈ 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 33 ആണ്. ഇനി നമുക്കത് ഇക്വേറ്റ് ചെയ്തില്ലേ? 3 കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 33. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 3 അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 33 ഡിവൈഡഡ് ബൈ 3 11 കിട്ടും അല്ലെ? 11. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടി, അത് 11. ഇനി ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണ്ടേ? എങ്ങനെയായിരിക്കും ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത്? ഇവിടെ തേർഡ് ടൈം തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ എത്താൻ വേണ്ടി എത്ര കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം? അതറിയണമെങ്കിൽ വീണ്ടും പൊസിഷന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? ഫസ്റ്റ് പൊസിഷനും തേർഡ് പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 3 - 1 എത്രയാ? 2 അല്ലെ? അപ്പൊ 2 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കിട്ടും? ഫസ്റ്റ് ടൈം കിട്ടും. അപ്പോൾ തേർഡ് പൊസിഷനിൽ കിടക്കുന്ന ടൈം ഏതാ? 34 അല്ലെ? ആ 34ൽ നിന്ന് നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 2 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. 2 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? ഒരു കോമൺ ഡിഫറൻസ് എത്രയാ? 11 അല്ലെ? അപ്പോൾ 2 കോമൺ ഡിഫറൻസോ? 2 × 11 എത്ര കിട്ടും? 22 കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ 34ൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യണം? 22 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? 34 - 22 എത്ര കിട്ടും? 4 - 2 2 കിട്ടും. 3 - 2 1 കിട്ടും അല്ലെ? 12 ആൻസർ കിട്ടും. അതായത് ഫസ്റ്റ് ടൈം നമുക്ക് എത്ര കിട്ടും? 12. ഇനി സെക്കൻഡ് ടൈമോ? ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി എത്രയാ? 12. അപ്പോൾ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ഇനി ആഡ് ചെയ്ത് പോയാൽ പോരെ? അപ്പോൾ സെക്കൻഡ് ടൈം എത്രയായിരിക്കും? ഫസ്റ്റ് ടൈം 12, കോമൺ ഡിഫറൻസ് 11. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈമോ? 12 + 11 അല്ലെ? എത്ര കിട്ടും? 23 കിട്ടത്തില്ലേ? 23. തേർഡ് ടൈമോ? വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? അതായത് 23 + 11 എത്ര കിട്ടും? 34 അല്ലെ? 34. തേർഡ് ടൈം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, അത് 34 തന്നെയാണ് അല്ലെ? ഇനി ഫോർത്ത് ടൈമോ? 34നോട് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അത് എത്രയാ? 34 + 11 എത്ര കിട്ടും? 45 കിട്ടും അല്ലെ? 45. അടുത്ത ഫിഫ്ത്ത് ടൈം കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 45 + 11 എത്ര കിട്ടും? 56 അല്ലെ? 56 എക്സെട്ര. അതായത് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് ഏതായിട്ട് കിട്ടി? 12, 23, 34, 45, 56 എക്സെട്ര. ഇപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? 2 ടേമുകൾ തന്നിട്ടുണ്ട് അല്ലെ? അപ്പോൾ അതിന്റെ പൊസിഷൻ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം. പൊസിഷൻ ഡിഫറൻസ് എത്രയാണോ അത്രയും കോമൺ ഡിഫറൻസ് ആണ് ആ ടേമുകൾ തമ്മിലുള്ളത് അല്ലെ? അപ്പോൾ ടേമിന്റെ ഡിഫറൻസ് എത്രയാണ്? 33 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഇക്വേഷൻ കിട്ടി. 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 33 ആണ്. അതിനകത്തുനിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചു. അതിനകത്തുനിന്ന് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്തൊക്കെ തന്നിരിക്കുന്നത്? തേർഡ് ടൈം തന്നിട്ടുണ്ട് അല്ലെ? 43. പിന്നെ ഏതാ തന്നിരിക്കുന്നത്? സിക്സ്ത് ടൈം. അത് എത്രയാണ്? 76 അല്ലെ? തന്നിരിക്കുന്ന കാര്യം ഒന്ന് എടുത്ത് എഴുതിയാലോ? തേർഡ് ടൈം തന്നിട്ടുണ്ട് അല്ലെ? തേർഡ് ടൈം അത് എത്രയാണ്? 43. പിന്നെ ഏതാ തന്നിരിക്കുന്നത്? സിക്സ്ത് ടൈം അല്ലെ? സിക്സ്ത് ടൈം തന്നിട്ടുണ്ട്, അത് 76. നമ്മളോട് ആദ്യത്തെ 5 ടൈം കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? എങ്ങനെയായിരുന്നു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? തേർഡ് ടൈമും സിക്സ്ത് ടൈമും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസിന്റെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കണം അല്ലെ? എത്ര കോമൺ ഡിഫറൻസിന്റെ വ്യത്യാസമുണ്ട്? അതിന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? പൊസിഷൻ ഡിഫറൻസ്.
പൊസിഷൻ ഡിഫറൻസ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ പൊസിഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. ഏതൊക്കെ പൊസിഷനിലെ ടൈമുകളാ തന്നിരിക്കുന്നത്? തേർഡ് പൊസിഷനിലെ ടൈം തന്നിട്ടുണ്ട്, 6th പൊസിഷനിലെ ടൈം തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് പൊസിഷന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതായത് 6 - 3 കണ്ടുപിടിച്ചാൽ മതി അല്ലെ. 6 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. പൊസിഷന്റെ ഡിഫറൻസ് എത്രയാണ്? 3. അതായത് നമുക്ക് എന്ത് പറയാം? തേർഡ് പൊസിഷനും 6th പൊസിഷനും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പ് ഉണ്ട്? 3 കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലെ. 3D ഗ്യാപ്പ് ഉണ്ട് തേർഡ് പൊസിഷനും 6th പൊസിഷനും തമ്മിൽ. ഇനി എന്താ കണ്ടുപിടിക്കണം? ആ ടേമുകൾ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെ. ടേം ഡിഫറൻസ് എത്രയാണ്? തേർഡ് ടൈം എത്രയാ? 43 അല്ലെ. 6th ടൈമോ 76. അങ്ങനെയാണെങ്കിൽ 43ഉം 76ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 76 - 43 ചെയ്യണം അല്ലെ. 6 - 3 കിട്ടും അല്ലെ. 7 - 4 അതും 3 കിട്ടും അല്ലെ. 33. അതായത് ടേം ഡിഫറൻസ് 76 - 43 എത്ര നമുക്ക് കിട്ടി? 33 എന്ന് കിട്ടി. ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 33 ആയിട്ട് കിട്ടി അല്ലെ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 3 കോമൺ ഡിഫറൻസിന്റെ വ്യത്യാസമുള്ളത് അല്ലെ. അതായത് ആ ഡിഫറൻസ് എത്രയായിട്ട് കിട്ടി? 33 ആയിട്ട് കിട്ടി. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടത്തില്ലേ? അതായത് 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 33 ആണ്. അങ്ങനെ കിട്ടത്തില്ലേ? ഇവിടെ നമുക്ക് ഡി കിട്ടത്തില്ലേ? ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ. 33 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 കിട്ടും. ഇവിടെയും കോമൺ ഡിഫറൻസ് എത്രയായിട്ട് കിട്ടും? 11 കിട്ടും. ഇനി ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം അല്ലെ. അതായത് തേർഡ് ടൈമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് അകലെയാണ് ഫസ്റ്റ് ടൈം കിടക്കുന്നത്? തേർഡ് ടൈമും ഫസ്റ്റ് ടൈമും തമ്മിലുള്ള വ്യത്യാസം 3 - 1 അല്ലെ. അതായത് 2 കോമൺ ഡിഫറൻസിന്റെ വ്യത്യാസമാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടൈം എത്രയായിരിക്കും? തേർഡ് ടൈമിനോട് 2 കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ. ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 അല്ലെ. അങ്ങനെയാണെങ്കിൽ 2 കോമൺ ഡിഫറൻസോ? 11 × 2 22. അതായത് തേർഡ് ടൈമിനോട് എത്ര സബ്ട്രാക്ട് ചെയ്താലാ ഫസ്റ്റ് ടൈം കിട്ടുന്നത്? 22 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. തേർഡ് ടൈം എത്രയായിരുന്നു? 43. 43 - 22 അത് എത്ര കിട്ടും? 3 - 2 1 കിട്ടും. 4 - 2 2 കിട്ടും അല്ലെ. എത്ര കിട്ടും? 21. ഫസ്റ്റ് ടൈം 21. സെക്കൻഡ് ടൈമോ? ഇനി മുമ്പോട്ടല്ലേ പോകുന്നത്. ഫസ്റ്റ് ടൈം 21. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈമോ? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. 21 + 11 എത്ര കിട്ടും? 32. അടുത്ത തേർഡ് ടൈം വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. 32 + 11 എത്ര കിട്ടും? 43. തേർഡ് ടൈം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അടുത്ത ഫോർത്ത് ടൈം 43 + 11 എത്ര കിട്ടും? 54. അടുത്ത് വീണ്ടും 11 ആഡ് ചെയ്യണം അല്ലെ. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടുന്നത്? 54 + 11 65 എക്സെട്ര. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ചെയ്ത് കിട്ടി 21 32 43 54 65 എക്സെട്ര. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ ടൈമാണ് തന്നിരിക്കുന്നത്? തേർഡ് ടൈം തന്നിട്ടുണ്ട്, അത് 2 ആണ്. ഫിഫ്ത്ത് ടൈം തന്നിട്ടുണ്ട്, അത് 3 ആണ് അല്ലെ. തേർഡ് ടൈം അത് 2 ആണ്. അടുത്ത ഫിഫ്ത്ത് ടൈം അല്ലെ. ഫിഫ്ത്ത് ടൈം അത് എത്രയാണ്? 3 ആണ്. ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ തേർഡ് ടൈമും ഫിഫ്ത്ത് ടൈമും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പ് എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് ഏതൊക്കെ പൊസിഷനിലെ ടൈമുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഫിഫ്ത്ത് പൊസിഷനിലെയും തേർഡ് പൊസിഷനിലെ അല്ലെ. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 5 - 3 ഈക്വൽ ടു എത്ര കിട്ടും? 2 കിട്ടും അല്ലെ. അതായത് തേർഡ് ടൈമും ഫിഫ്ത്ത് ടൈമും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസിന്റെ വ്യത്യാസം ഉള്ളത്? 2 കോമൺ ഡിഫറൻസിന്റെയാണ് ഗ്യാപ്പ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ടേം ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. ടേം ഡിഫറൻസ് ഏതൊക്കെയാ ടേം? 2ഉം 3ഉം അല്ലെ. തേർഡ് ടൈം 2, ഫിഫ്ത്ത് ടൈം 3. അപ്പൊ 2ഉം 3ഉമാണ് ടേമുകൾ. അവയുടെ ഡിഫറൻസ് എത്രയാണ്? 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 1. ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു തേർഡ് ടൈമും ഫിഫ്ത്ത് ടൈമും തമ്മിൽ 2 കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പാണ് ഉള്ളത് അല്ലെ. ആ ഡിഫറൻസ് എത്രയാണ്? 1 ആണെന്ന് നമുക്ക് കിട്ടി. അവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടുമല്ലോ. അതായത് ഈ 2D എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് D കണ്ടുപിടിക്കണം അല്ലെ. D ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഈ സൈഡിലേക്ക് കൊണ്ടുവരണ്ടേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/2 ആയിട്ട് കിട്ടും അല്ലെ. D ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം അല്ലെ.
ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പാണ് ഉള്ളത്? 3 - 1 അല്ലെ? 3 - 1 എത്രയാണ്? 2. അതായത് രണ്ട് കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പാണ് ഏത് തമ്മിലുള്ളത്? ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തമ്മിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 2D എന്ന് പറയുന്നത് എത്രയാ? രണ്ട് കോമൺ ഡിഫറൻസ് 1/2 ആയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് കോമൺ ഡിഫറൻസോ 1/2 × 2 അത് എത്ര കിട്ടും? 1 കിട്ടും അല്ലെ? അതായത് ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തമ്മിൽ രണ്ട് കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പാണ് ഉള്ളത്. രണ്ട് കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാ? 1 ആയിട്ട് കിട്ടി. അതായത് രണ്ടിൽ നിന്ന് രണ്ട് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ അല്ലെങ്കിൽ 1 സബ്ട്രാക്ട് ചെയ്താലാണ് ഫസ്റ്റ് ടൈം കിട്ടുന്നത്. 2 - 1 എത്ര കിട്ടും? 1 കിട്ടും അല്ലെ? അതായത് ഫസ്റ്റ് ടൈം 1. സെക്കൻഡ് ടൈമോ? ഫസ്റ്റ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അല്ലെ? അതായത് 1 + 1/2 എത്ര കിട്ടും? 1.5. അടുത്ത തേർഡ് ടൈം 1.5ന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? അതായത് 1.5 + ½ എത്ര കിട്ടും? 2 കിട്ടും അല്ലെ? തേർഡ് ടൈം 2. അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? തേർഡ് ടൈം 2. അടുത്ത ഫോർത്ത് ടൈമോ? 2ന്റെ കൂടെ വീണ്ടും ഹാഫ് ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 2.5. അടുത്ത ഫിഫ്ത്ത് ടൈം കണ്ടുപിടിക്കാനോ? 2.5ന്റെ കൂടെ വീണ്ടും ഹാഫ് ആഡ് ചെയ്യണം. 3 കിട്ടും അല്ലെ? ഫിഫ്ത്ത് ടൈം 3. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ 5 ടൈംസ് കണ്ടുപിടിക്കാനല്ലായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? 1, 1.5, 2, 2.5, 3 etc. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ സീക്വൻസ് ഏതാണ്? ഫിഫ്ത്ത് ടൈം തന്നിട്ടുണ്ട്, അത് 8. 9th ടൈം തന്നിട്ടുണ്ട്, അത് 10 അല്ലെ? തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം. ഫിഫ്ത്ത് ടൈം അത് എത്രയാണ്? 8 അല്ലെ? അടുത്ത 9th ടൈം അത് 10. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? പൊസിഷൻ ഡിഫറൻസ്. ഏതൊക്കെ പൊസിഷനിലെ ടൈമുകളാണ് തന്നിരിക്കുന്നത്? ഫിഫ്ത്ത് പൊസിഷനിൽ തന്നിട്ടുണ്ട്, 9th പൊസിഷനിൽ തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെ പൊസിഷൻ ഡിഫറൻസോ 9 - 5 ചെയ്താൽ മതി അല്ലെ? അത് എത്ര കിട്ടും? 9 - 5 4 കിട്ടും അല്ലെ? 4. അതായത് ഫിഫ്ത്ത് പൊസിഷനും 9th പൊസിഷനും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പ് ഉണ്ട്? 4 കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പ് ഉണ്ട് അല്ലെ? അതായത് 4Dയുടെ ഗ്യാപ്പ് ഉണ്ട്. 4Dയുടെ ഗ്യാപ്പാണ് ഏത് തമ്മിലുള്ളത്? ഫിഫ്ത്ത് പൊസിഷനിലെ ടൈമും 9th പൊസിഷനിലെ ടൈമും തമ്മിലുള്ള ഗ്യാപ്പ്. അടുത്ത ഈ 4D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ? അതെങ്ങനെ കിട്ടുന്നത്? ടേം ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ടേം ഡിഫറൻസ് അല്ലെങ്കിൽ പദവ്യത്യാസം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫിഫ്ത്ത് പൊസിഷനിലെ ടേം ഏതാണ് അല്ലെങ്കിൽ പദം ഏതാണ്? 8 അല്ലെ? 9th പൊസിഷനിലെ ടേമോ? അത് 10. അങ്ങനെയാണെങ്കിൽ ടേം ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 10 - 8 ചെയ്താൽ പോരെ? 10 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കിട്ടും അല്ലെ? ടേം ഡിഫറൻസ് 2 ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? ഈ 4D എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ? അല്ലെങ്കിൽ ഈ ടേമുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അത് 2 ആണ്. നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതിയാലോ? 4D എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടി അല്ലെ? 4D ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി നമുക്ക് D കണ്ടുപിടിക്കണ്ടേ? D അല്ലെങ്കിൽ പൊതുവ്യത്യാസം ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 4 ഈ സൈഡിൽ കൊണ്ടുവന്നാൽ പോരെ? 2 / 4 എന്ന് കിട്ടും അല്ലെ? നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തില്ലേ? കോമൺ ആയിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? 2/2 1 കിട്ടും അല്ലെ? / 4/2 2 കിട്ടും. അതായത് 2 കൊണ്ട് നമുക്ക് ഈ ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്യാമായിരുന്നു അല്ലെ? അതായത് കോമൺ ഡിഫറൻസ് എത്രയായിട്ട് കിട്ടി? 1/2 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണം അല്ലെ? ഫിഫ്ത്ത് ടൈം ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടൈം മുതൽ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം ഇവിടെ നോക്കി. ഫസ്റ്റ് ടൈമും ഫിഫ്ത്ത് ടൈമും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പാണ് ഉള്ളത്? അവിടെയും പൊസിഷൻ ഡിഫറൻസ് അല്ല കണ്ടുപിടിക്കേണ്ടത്. 5 - 1 4 അല്ലെ? 4 കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പാണ് ഇവർ തമ്മിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 8ൽ നിന്ന് 4 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ? 4 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? അല്ലെങ്കിൽ 4D എന്ന് പറയുന്നത് അത് 2 ആണ് അല്ലെ? അതായത് 8ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ മതി ഏത് കിട്ടാനായിട്ട്? ഫസ്റ്റ് ടൈം കിട്ടാനായിട്ട് അല്ലെ? അതായത് 8 - 2 6 ആയിട്ട് കിട്ടി. 6 ഫസ്റ്റ് ടൈം 6. അങ്ങനെയാണെങ്കിൽ ഇനി സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനോ? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകണം അല്ലെ? അതായത് 6 + 1/2 6.5 കിട്ടും. 6.5 + 1/2 7 കിട്ടും അല്ലെ? 7 + 1/2 7.5
7.5 പ്ലസ് 1/2 8 എക്സെട്ര ഇങ്ങനെ നമുക്ക് കിട്ടും അല്ലെ. അതായത് ഫസ്റ്റ് ടൈം 6, ദെൻ സെക്കൻഡ് ടൈം 6.5, 7, 7.5, ഫിഫ്ത്ത് ടൈം 8. ഫിഫ്ത്ത് ടൈം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ 8 അതായത് നമ്മുടെ അരിത്തമാറ്റിക് സീക്വൻസ് 6, 6.5, 7, 7.5, 8 എക്സെട്ര. ഇവിടെ നമ്മൾ ആദ്യം പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിച്ചു, അത് 4 ആയിട്ട് കിട്ടി. അതായത് ഫിഫ്ത്ത് ടൈമും 9th ടൈമും തമ്മിൽ 4 കോമൺ ഡിഫറൻസിന്റെ ഗ്യാപ്പാണുള്ളത്. അത് എത്രയാണെന്ന് നമ്മൾ ഇനി കണ്ടുപിടിച്ചു. അതെങ്ങനെയാ ടേം ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ കിട്ടും അല്ലെ. 8ഉം 10ഉം ആണ് ടേംസ്, അത് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അതായത് 4D എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടും അല്ലെ. 4D that is equal to 2. അതിനകത്ത് നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു, അത് 1/2 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിഫ്ത്ത് ടൈമും ഫസ്റ്റ് ടൈമും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 4D ആണ് അത് തമ്മിലുള്ള ഗ്യാപ്പ്. അതായത് ഫിഫ്ത്ത് ടൈം ആയ 8ൽ നിന്ന് 4 കോമൺ ഡിഫറൻസ് കുറച്ചാണ് ഏത് കിട്ടുന്നത്? ഫസ്റ്റ് ടൈം കിട്ടുന്നത്. 4 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 അല്ലേ. അതായത് 8ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 6 കിട്ടി അല്ലെ. ഫസ്റ്റ് ടൈം 6 ആയിട്ട് കിട്ടി. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപിടിക്കത്തില്ലേ? 6ന്റെ കൂടെ, അതായത് ഫസ്റ്റ് ടൈമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് ബാക്കി അരിത്തമാറ്റിക് സീക്വൻസിലെ ടൈമുകളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് ലാസ്റ്റത്തത് 5ാമത്തത് ഏതൊക്കെ തന്നിരിക്കുന്നത്? ഫിഫ്ത്ത് ടൈം തന്നിട്ടുണ്ട് അല്ലേ. ഫിഫ്ത്ത് ടൈം അത് 7 ആണ്. അത് 7th ടൈം അല്ലേ തന്നിരിക്കുന്നത്. 7th ടൈം തന്നിട്ടുണ്ട്, അത് 5 ആണ്. നമുക്ക് ആദ്യം പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. പൊസിഷൻ ഡിഫറൻസ് ഏതൊക്കെ പൊസിഷനിലെ തന്നിരിക്കുന്നത്? ഫിഫ്ത്ത് പൊസിഷനിലെ തന്നിട്ടുണ്ട്, 7th പൊസിഷനിലെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ 7 - 5 അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. പൊസിഷൻ ഡിഫറൻസ് നമുക്ക് 2 ആയിട്ട് കിട്ടി. അതായത് ഫിഫ്ത്ത് പൊസിഷനിൽ നിന്ന് 7th പൊസിഷൻ എത്താനായിട്ട് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 2 കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. 2D 2 കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് ഈ 2D എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി അല്ലെ. ഫിഫ്ത്ത് ടൈം എത്രയാണ്? 7. 7th ടൈമോ 5. അതായത് നമുക്ക് ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഡിഫറൻസ്. ടൈം ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 7th ടൈമിൽ നിന്ന് ഫിഫ്ത്ത് ടൈം സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ. ഇവിടെ കൃത്യമായിട്ടൊരു കാര്യം ഓർക്കണം, പെട്ടെന്ന് നമ്മൾ 7ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യരുത് കേട്ടോ. കാരണം എന്നാ, ഇവിടെ 7th ടൈം ആണ് 5 ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഫിഫ്ത്ത് ടൈം 7 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഒരു ടൈമിൽ നിന്ന് പുറകിലുള്ള ടൈമാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്, ശരിയാണല്ലോ. അതായത് 7th ടൈമിൽ നിന്ന് പുറകിലുള്ള ടൈം ഏതാ? ഫിഫ്ത്ത് ടൈം അല്ലെ. അപ്പോൾ 7th ടൈമിൽ നിന്ന് ഫിഫ്ത്ത് ടൈം ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 7th ടൈം 5 അല്ലെ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? 5ൽ നിന്ന് 7 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അല്ലെ. 5 - 7. 5 - 7 എത്രയാ? ഇതിന്റെ ഡിഫറൻസ് 2 ആണ് അല്ലെ. 5 അല്ലേ ചെറുത്, ചെറുതിൽ നിന്ന് വലുതാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും? -2 കിട്ടും അല്ലെ. -2. 7th ടൈം ആയ 5ഉം ഫിഫ്ത്ത് ടൈം ആയ 7 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? -2. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2D എന്ന് പറയുന്നത് -2 ആയിട്ട് കിട്ടും അല്ലെ. 2D that is equal to -2. ഇനി D കണ്ടുപിടിക്കണം അല്ലെ. ഡിഫറൻസ് D that is equal to 2 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പോരെ. -2 divided by 2 that is equal to എത്ര കിട്ടും? -1 കിട്ടും അല്ലെ. -2 divided by 2 that is equal to -1. അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ? ഒരു നെഗറ്റീവ് നമ്പർ അല്ലെ, -1 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം അല്ലെ. ഫസ്റ്റ് ടൈം ഫിഫ്ത്ത് ടൈമിൽ നിന്ന് എങ്ങനെയാണ് ഫസ്റ്റ് ടൈം കിട്ടുന്നത്? എത്ര കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? പുറകോട്ടാ പോകുന്നത്, അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. എത്ര കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 5 - 1 4 അല്ലെ. 4 കോമൺ ഡിഫറൻസ് ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 4 കോമൺ ഡിഫറൻസ്. അതായത് 7ൽ നിന്ന് ഫിഫ്ത്ത് ടൈം ആയ 7ൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം? 4 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. കോമൺ ഡിഫറൻസ് -1 ആണ്. അങ്ങനെയാണെങ്കിൽ 4 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 4D എന്ന് പറയുന്നത് 4 × -1 അല്ലേ, അത് എത്ര കിട്ടും? -4. അതായത് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഫിഫ്ത്ത് ടൈമിൽ നിന്ന് -4 സബ്ട്രാക്ട് ചെയ്യണം, ശരിയാണല്ലോ. ഫസ്റ്റ് ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടൈം ഏതാണ്? 7 അല്ലേ. 7ൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യണം? -4 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. അപ്പോൾ 7ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം എന്ത്? -4 സബ്ട്രാക്ട് ചെയ്യണം, ശരിയാണല്ലോ. ഇവിടെ 2 - 1 അല്ലേ. 2 - 1 അത് പോസിറ്റീവ് ആകത്തില്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 + 4 എന്ന് കിട്ടും. ഈക്വൽ ടു എത്രയാ? 7 + 4 11 കിട്ടും അല്ലെ. 11. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് 11 കിട്ടി.
ഇനി നമുക്ക് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണം അല്ലെ. ഫസ്റ്റ് ടൈം കിട്ടിയാൽ പിന്നെ സെക്കൻഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയ 11നോട് എത്ര ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് എത്രയാ? -1 അല്ലെ. അപ്പോൾ -1 ആഡ് ചെയ്യണം. 11 പ്ലസ് -1 ശരിയാണല്ലോ. 11 പ്ലസ് -1 എത്രയാ? ആ പ്ലസിന് അവിടെ വാല്യൂ ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 11 -1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ശരിയാണല്ലോ. അതായത് ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയാണല്ലേ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ടാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് 10 കിട്ടും. സെക്കൻഡ് നമ്പർ 10. അടുത്ത തേർഡ് ടൈമോ? 10ന്റെ കൂടെ വീണ്ടും -1 ആഡ് ചെയ്യണം. 10 പ്ലസ് -1 അല്ലെ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 10 -1 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 9 അല്ലെ. 9. ഫോർത്ത് ടൈമോ? 9ന്റെ കൂടെ വീണ്ടും -1 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. വീണ്ടും അടുത്തത് 8ന്റെ കൂടെ -1 വീണ്ടും ആഡ് ചെയ്യണം അല്ലെ. അതായത് നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. ഫിഫ്ത്ത് ടൈം ആയിട്ട് 7 കിട്ടും. അത് തന്നെയല്ലേ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഫിഫ്ത്ത് ടൈം 7 എക്സെട്ര. ഇതായിരിക്കും നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. 11 10 9 8 7 എക്സെട്ര. ഇവിടെ നമ്മൾ ഈ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിച്ചത് എങ്ങനെയാ? കോമൺ ഡിഫറൻസ് നമുക്ക് നെഗറ്റീവ് സംഖ്യ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. -1 ആയിട്ടാണ് കോമൺ ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ടൈം വരുന്നവരും കുറഞ്ഞല്ലേ പോകുന്നത്. ഇങ്ങനെ വന്നാലും അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയല്ലേ. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? -1 ആണ് അല്ലെ. അപ്പോൾ ഓരോ ടൈമിന്റെ കൂടെയും -1 ആഡ് ചെയ്താണ് അടുത്ത ടൈം കണ്ടുപിടിക്കുന്നത്. ഇവിടെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഫിഫ്ത്ത് ടൈം 7th ടൈം ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെ 7th പൊസിഷനും 5th പൊസിഷനുമാണ് തന്നിരിക്കുന്നത് അല്ലെ. ഇപ്പോൾ 7 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു. ടൈം ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം 7th ടൈമിൽ നിന്ന് പുറകിലുള്ള ടൈമാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അതായത് 7th ടൈം എത്രയാ? 5 അല്ലെ. 5ൽ നിന്ന് പുറകിലുള്ള ടൈം അതായത് 7 ആണ് അല്ലെ. 5 - 7 വേണം ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആയിട്ട് കിട്ടും. അതായത് രണ്ട് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -2. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസോ -1 ആയിട്ട് കിട്ടി. ഇതിനകത്ത് നിന്ന് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം അല്ലെ. ഫിഫ്ത്ത് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് എത്ര കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം? 5 - 1 4 കോമൺ ഡിഫറൻസ് ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അതായത് 4D സബ്ട്രാക്ട് ചെയ്യണം. 4D എത്രയാണ്? കോമൺ ഡിഫറൻസ് -1 ആയതുകൊണ്ട് 4D -4 ആയിട്ട് കിട്ടി അല്ലെ. അതായത് ഫിഫ്ത്ത് ടൈമിൽ നിന്ന് -4 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഫിഫ്ത്ത് ടൈം എത്രയാ? 7 അല്ലെ. 7ൽ നിന്ന് -4 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്നത്. ഫസ്റ്റ് ടൈം എത്രയായിട്ട് കിട്ടി? 11 ആയിട്ട് കിട്ടി അല്ലെ. ഇനി ഓരോ ടൈം കണ്ടുപിടിക്കാനായിട്ട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയാൽ മതി. കോമൺ ഡിഫറൻസ് ശ്രദ്ധിക്കുക. -1 ആണ് കോമൺ ഡിഫറൻസ്. അപ്പൊ നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? കുറഞ്ഞു വരും അല്ലെ. 11 10 9 8 7 എക്സെട്ര.